സ്റ്റഡി ഗ്രൂപ്പിനെ കുറിച്ചുള്ള നോട്ടീസൊക്കെ എല്ലായിടത്തും തന്നെ പതിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ നോക്കി ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ 5 കുട്ടികളെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണെന്നൊക്കെ ഗാമിന് പറയുകയാണ്. 10ൽ കൂടുതൽ ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ മാർക്ക് നോക്കിയിട്ട് വേണോ, അതോ ആദ്യം വന്ന കുട്ടികളെ നോക്കിയിട്ട് വേണോ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുവാനെന്നൊക്കെ ഗാമിന് ചോദിക്കുമ്പോഴത്തേക്കും മാർക്കൊക്കെ നോക്കി സെലക്ട് ചെയ്യുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യം ഔട്ടായി പോകുന്നത് ഗാമിനായിരിക്കുമെന്ന കാര്യം സെഹ്യോൺ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ചേർക്കാമെന്ന് ഗാമിനും പറയുന്നു. സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഗാമിനും ഒരു കോൾ വരുന്നു. പക്ഷെ അത് പഠിക്കുവാനായിട്ടായിരുന്നില്ല കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും ആ പെൺകുട്ടിയുടെ പ്രണയം തുറന്നു പറയുവാനായിട്ടുള്ള വല്ല ഉപദേശവും കിട്ടുമോ എന്ന് അറിയുവാനായിട്ടായിരുന്നു അയാൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കി ഗാമിനും കോളൊക്കെ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഗാമിനെ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ അകത്തേക്കൊക്കെ കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അയാൾ എന്തിനായിരുന്നു വന്നതെന്നൊക്കെ ആദ്യമേ കാണിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന 3 അംഗ ടീമൊക്കെ ഉണ്ടല്ലോ. അവര് ഫൈറ്റ് ഒക്കെ നേരിട്ട് കണ്ടതായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് പെരുപ്പിച്ചിട്ടൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. ഗാമിനും കാലിൽ നിന്നുമൊക്കെ ആയിരുന്നു തീ കൊണ്ട് ഹ്യുനുവിനെ ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്നതെന്നും നീ എങ്ങാനും ഗാമിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നിന്നെ ഗാമൻ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരാളും എന്തായാലും ഗാമിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം അവനെ കാണുമ്പോഴത്തേക്കും പഠിക്കുവാനുള്ള ആഗ്രഹമൊക്കെ കൊണ്ട് സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുവാനായിട്ട് ആരോ വന്നതാണെന്നായിരുന്നു ഗാമൻ കരുതുന്നതും. ഗാമനും അവന് കൈയൊക്കെ കൊടുത്തിട്ട് നടന്നു വരികയാണ്. അതേസമയം ആ ഒരു പയ്യനും ഗാമനിട്ട് തല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. എത്രയൊക്കെ രീതിക്ക് ഗാമനെ തല്ലുവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാമിൻ ഇങ്ങനെ തന്നെ തല്ലുവാനായിട്ട് ഒരാൾ പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കാതിരുന്നിട്ട് പോലും ഒരു ഇടി പോലും ഗാമിനിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ചവിട്ടൊക്കെ ഗാമിനിട്ട് കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നതിനിടയ്ക്ക് അവൻ തന്നെ മറിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിലേക്കൊക്കെ വന്ന് വീഴുകയാണ്. സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുവാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഒക്കെ തപ്പുകയായിരുന്നു ഗാമിനും. ആ ഒരു പയ്യനും ഗാമിനായിട്ട് ചവിട്ടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഗാമിനായിട്ട് അതൊന്നും തന്നെ കൊള്ളാതേക്ക് ഇരിക്കുന്നു. അതേസമയം ഗാമിൻ കസേരയിൽ നിന്നും പോലും ഏൽക്കാതെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നായിരുന്നു കണ്ടുനിന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആപ്ലിക്കേഷൻ ഫോമൊക്കെ കീറിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഗാമിനും പുതിയ ഫോമൊക്കെ എടുക്കുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ലോക്കറൊക്കെ തുറക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ പയ്യൻ ഗാമിനായിട്ട് ഇടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവന്റെ തന്നെ കയ്യ് ലോക്കറിന്റെ ഡോറിനുണ്ടൊക്കെ വന്ന് ഇടിക്കുന്നു. പിന്നീട് അടുത്ത ഇടിയും കൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഡോർ അവന്റെ തലക്കിട്ട് കൂടി ഇടിച്ചിട്ട് അവനും ബോധമൊക്കെ കെട്ട് വീഴുന്നു. ഗാമിനും അവൻ എവിടെ പോയെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കുമായിരുന്നു ഇതുപോലെ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന അവനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവനോട് എണീക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കവിളിലൊക്കെ തൊട്ടു നോക്കുന്ന ഗാമിനെ കാണുന്ന ബാക്കി കുട്ടികളും ഗാമിന്റെ എതിരാളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പയ്യന്റെ ബോധം പോയിട്ട് പോലും അവനെ വെറുതെ വിടാതെ അവനെ തല്ലുകയാണല്ലോ എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ 3 കുട്ടികളും കൂടി ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. പക്ഷെ അവർ പറയുന്നതിന്റെ വേർഷൻ വേറൊന്നായിരുന്നു. ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനെ ഗാമൻ അവിടെ ഉണ്ടായിരുന്ന മാത്സിന് ടെക്സ്റ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തിയെന്ന രീതിക്കും പിന്നെ അവന്റെ ബോധം പോയിട്ട് പോലും വീണ്ടും വീണ്ടും ബുക്കൊക്കെ വെച്ച് അവനെ തല്ലിയിട്ടുണ്ടായിരുന്നു എന്നുമൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. എന്തായാലും ആ പയ്യൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും കൂടി അവർ അറിയിക്കുന്നു. അതേസമയം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പയ്യന് ഈ സ്കൂളിൽ ലൈബ്രറി ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയുകയില്ലായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നേരത്തെ വന്ന പയ്യന് നമ്മുടെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നല്ലോ, അവൻ ഇന്ന് സ്കൂളിലും വന്നില്ലല്ലോ, അവൻ എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഗാമിൻ ഓർക്കുന്നത്. അതേസമയം അവൻ ശരിക്കും ഫൈറ്റ് ചെയ്യുവാനായിട്ട് വന്നതാണെന്ന് സെഹ്യോൺ അറിയാവഞ്ഞിട്ട് പോലും അവനത് പറയാതെ പഠിക്കുവാനായിട്ടല്ലായിരുന്നു ആ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗാമിന്റെ അടുത്തും പറയുന്നു. ഈ ഒരു സമയത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആരും തന്നെ വരുവാനായിട്ട് പോകുന്നില്ല. അതേസമയം പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ള കണ്ണുകളൊക്കെ തപ്പിയിട്ട് നമ്മളും വെളിയിലേക്ക് ഇറങ്ങണമെന്നാണ് ഗാമിനും പറയുന്നത്. അങ്ങനെ അവരും ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്കൊക്കെ എത്തുകയാണ്. 3 അംഗ സംഘവും ഗാമിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പയ്യനെ ലൈബ്രറിയിലിട്ടൊക്കെ ഗമൻ തല്ലിയിട്ടുണ്ടാവുക എന്നൊക്കെ അവർ ആലോചിക്കുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളും ലൈബ്രറിയിലൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് എക്കോ ഒക്കെ കേൾക്കുന്നതായിരിക്കുമല്ലോ. തന്റെ ശത്രു ഉച്ചത്തിൽ നിലവിളിക്കുന്നതൊക്കെ കേൾക്കുവാനായിട്ട് അവൻ അത്രത്തോളം ആഗ്രഹമൊക്കെ ഉണ്ടാവും. അവൻ ശരിക്കും ഒരു സൈക്കോ ഒക്കെ ആയിരിക്കുമെന്നൊക്കെയാണ് അവരും പറയുന്നത്. കാമൻ ശരിക്കും പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികളെയൊക്കെ തപ്പിയിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും കാമൻ ഓരോരോ കുട്ടികളെയൊക്കെ നോക്കുന്നത് കാണുമ്പോഴത്തേക്കും അവർക്ക് മറ്റൊരു കാര്യമാണ് തോന്നുന്നത്. ഗാമൻ അന്വേഷിക്കുന്നത് ശരിക്കും പഠിക്കുവാനായിട്ട് ആഗ്രഹമില്ലാത്ത കുട്ടികളെയാണ്. നമ്മളെങ്ങാനും അവനെ നോക്കിയിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹമില്ല എന്നൊക്കെ ഗാമന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗാമന് നമ്മളെ കൂട്ടിക്കൊണ്ടൊക്കെ പോകും. എന്നിട്ട് വളരെ നിർബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കും. അതാണ് അവന്റെ രീതിക്കുള്ള ഒരു ടോർച്ചർ എന്നൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാമിനുമായിട്ട് ഒരിക്കലും ഒരു ഐ കോണ്ടാക്ട് ഒന്നും നടത്തുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇരിക്കുമ്പോഴത്തേക്കും ഗാമിനും തൊട്ടടുത്ത് പോയിട്ട് അവരുടെ കണ്ണുകളിലേക്കൊക്കെ നോക്കുകയാണ്. പക്ഷെ ആ കുട്ടികൾക്കും പഠിക്കുവാനായിട്ട് ആഗ്രഹമില്ല എന്നൊക്കെ മനസ്സിലാക്കി ഗാമിനും പോകുന്നു.
സെഹ്യോണും ഇവിടെയെങ്ങാനും ഏതെങ്കിലും കുട്ടികൾ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും നീ ആ സെഹ്യോനെ ശ്രദ്ധിച്ചോ, അവന് ശരിക്കും കാമിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ തന്നെ ടോർച്ചർ സഹിക്കുവാൻ സാധിക്കാത്ത ഒരു നോട്ടമൊക്കെയാണ് അവനും നോക്കിയതെന്നൊക്കെ പറഞ്ഞ് കുട്ടികളും ഇരിക്കുന്നു. ആ മൂന്ന് കുട്ടികളുമാണ് അവിടുത്തെ മെയിൻ റേഡിയോസ്. അവര് പല പല കുട്ടികളുടെ അടുത്തും ഇതുപോലെ സ്റ്റഡി ഗ്രൂപ്പിൽ ഗവൺ നിർബന്ധിച്ച് കുട്ടികളെ ചേർക്കുന്നുണ്ടെന്നും പഠിക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത കുട്ടികളെ ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ എന്നല്ല, വഴിയെ പോലും ഒരാളെ പോലും അവൻ കാണുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അവര് യോബിനെ കാണുന്നത്. യോബ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുഎസിലൊക്കെ പോയി പഠിച്ച വ്യക്തിയാണെന്ന് സെഹോൺ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന ഗാമിനും നേരെ യോബിന്റെ അടുത്തൊക്കെ ചെന്ന് സംസാരിക്കുന്നു. നീ യുഎസിലൊക്കെ പഠിച്ചതാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്നായി തന്നെ ഇംഗ്ലീഷും അറിയാമായിരിക്കുമല്ലേ? നീയും ഞങ്ങളുടെ കൂടെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ചേരുന്നുണ്ടോ എന്ന് ഗാമിന് ചോദിക്കുമ്പോഴത്തേക്കും, നീ ശരിക്കും വളരെയധികം കോൺഫിഡന്റ് ആണോ? അതോ നിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നീ അത് കാര്യമാക്കാത്ത ആളാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം യോബും പോകുന്നു. ഹ്യുനുവും പിന്നീട് ക്ലാസ്സിലൊന്നും വന്നിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ലിയും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവനെ കോണ്ടാക്ട് ചെയ്യുകയും പിന്നീട് അവന്റെ വീട്ടിലൊക്കെ പോയി നോക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടും ഹ്യുനുവിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ലീക്ക് കിട്ടുന്നില്ല. നിനക്ക് ശരിക്കും സ്റ്റഡി ഗ്രൂപ്പിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? നിനക്ക് വല്ല അക്കാഡമിയിലോ ഓൺലൈൻ ക്ലാസ്സിനോ ചേർന്നാൽ പോരെ എന്നൊക്കെ സെഹോൺ ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെ ഗാമിന് പോയിട്ടുണ്ടായിരുന്ന അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ പേരെല്ലാം തന്നെ അവനും ഇപ്പോൾ പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ നിനക്ക് വല്ല സ്പോർട്സിലോ പങ്കെടുത്തൂടെ? നിന്റെ ബോഡിയൊക്കെ സ്പോർട്സിനെ പറ്റിയ ബോഡി ആണല്ലോ എന്ന് സെഹ്യോൺ പറയുമ്പോഴത്തേക്കും, എനിക്ക് പഠിക്കുവാനാണ് ശരിക്കും ആഗ്രഹമുള്ളത്. പഠിക്കുവാൻ വേണ്ടിയാണ് എന്റെ ബോഡി ഞാൻ ഇങ്ങനെയാക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെ സെഹ്യോന്റെ അടുത്ത് ഗാമിനും പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ലീം അവരുടെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ട് നമുക്ക് ഒരാളെ പോലും സ്റ്റഡി ഗ്രൂപ്പിൽ പങ്കെടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ അവർ അറിയിക്കുമ്പോഴത്തേക്കും നമുക്ക് വെളിയിലൊക്കെ ഒന്ന് കറങ്ങുവാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് ലീം അവരെ കൂട്ടിക്കൊണ്ടൊക്കെ വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കെ അവരും ഒരുപാട് ബുക്സ് ഒക്കെ മേടിക്കുകയാണ്. ഇല്ലയും പഠിക്കുവാൻ എളുപ്പമുള്ള രീതിക്കുള്ള കുറേയധികം ബുക്സൊക്കെ ഗാവനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ബുക്സ് എല്ലാം തന്നെ ഗാവൻ നേരത്തെ തന്നെ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവരും പല നിറത്തിലുള്ള പേനയും മറ്റൊക്കെ മേടിക്കുന്നുമുണ്ട്. പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയും ഒന്നിച്ച് ഐസ്ക്രീം ഒക്കെ കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എന്തിനായിരുന്നു ഗാവൻ ഇത്രയേറെ പേനകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ലീ ചോദിക്കുമ്പോഴത്തേക്കും ഓരോ പേനയുടെയും പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ട് ആ പേന എന്തിനാണ് അവൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ചില പേന ആകട്ടെ കോർണറൊക്കെ വരയ്ക്കുവാനായിട്ടും, ചില പേന ലെറ്റേഴ്സ് ഒക്കെ എഴുതുവാനായിട്ടും, ചില പേന നമ്പേഴ്സ് ഒക്കെ എഴുതുവാനായിട്ടും എന്നിങ്ങനെയുള്ള രീതിക്കൊക്കെ ആയിരുന്നു അവന് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. സെഹുൻ ഒരുപാട് മാർക്കൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ നീ ഏത് പേനയാണ് മേടിക്കുന്നതെന്ന് സെഹുന്റെ അടുത്ത് ഗമൻ ചോദിക്കുമ്പോഴത്തേക്കും അവനും 300 വോണുള്ള ഒരു പേനയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സെഹുൻ ജസ്റ്റ് ഇത്ര രൂപയുടെ പേന എന്ന് മാത്രം പറഞ്ഞിട്ടാണ് മേടിക്കാറുള്ളത്. അതേസമയം ആ പേന താൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നും അതൊക്കെ മേടിച്ചത് കൊണ്ടായിരിക്കും നിനക്കും മാർക്കൊക്കെ കൂടുന്നതെന്നും, സോ ഞാനും ആ ഒരു പേന മേടിക്കുവാനായിട്ട് പോവുകയാണെന്നും ഒക്കെ ഗാമനും പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും ചിരി വരികയാണ്. ലേക്കും ഒരുപാട് മാർക്കൊക്കെ ഉള്ള ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു സ്കൂളിലൊക്കെ വന്നത്? നിനക്ക് മറ്റേതെങ്കിലും സ്കൂളിലേക്കൊക്കെ പോയിക്കൂടായിരുന്നോ എന്ന് സെഹുൻ ചോദിക്കുമ്പോഴത്തേക്കും, മാർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായി രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ഒരു സ്കൂളിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് ലിയും പറയുന്നു. എന്തായാലും ഇനി നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും അവരും അതൊക്കെ സമ്മതിക്കുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.